കേരളം പൂർണ്ണമായി ഇ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കീഴിലായത് ഈ സാമ്പത്തിക വർഷത്തിലാണ്. എല്ലാ തരത്തിലുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഡിനോമിനേഷനുകൾ ഇപ്പോൾ ഈ സ്റ്റാമ്പായി തന്നെ നൽകി വരുന്നു. വെണ്ടർമാർക്ക് ട്രഷറിയിൽ പോകാതെ തന്നെ സ്റ്റാമ്പ് ലഭ്യമാക്കുകയും ഇടപാടുകൾക്ക് ആവശ്യാനുസരണം സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു. സ്റ്റാമ്പിൻ്റെ ലഭ്യത, കൃത്യത, സുരക്ഷ തുടങ്ങിയ ഇടപാടുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഈ സ്റ്റാമ്പിംഗ് നൽകിയത് വഴി നടപ്പാക്കാനായിട്ടുണ്ട്. സർ, KFC സർ, ഈ കാലയളവിൽ KFCയുടെ ഓഹരി മൂലധനം 300 കോടിയിൽ നിന്നും 600 കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. KFCയുടെ ഓഹരി മൂലധനം 200 കോടി രൂപ വർദ്ധിപ്പിച്ച് 800 കോടിയായി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കും. സർ, KFC നടത്തുന്ന വിവിധ പരിപാടികളുണ്ട്. അതിനകത്ത് ഈ 10 പേർക്കെങ്കിലും നേരിട്ട് ജോലി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ 3% സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി 5% പലിശ നിരക്കിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതിയിലൂടെ ഇതുവരെ 2886 ലോണുകളിലായി വ്യവസായ സംരംഭങ്ങൾക്ക് 892.71 കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. പദ്ധതിയിലൂടെ ഏകദേശം 25,000 പേർക്ക് പ്രത്യക്ഷമായും 30,000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 10 കോടി രൂപ വരെ കൊടുക്കുന്ന കാംസ്, 10 കോടി രൂപ വരെ അനുവദിക്കുന്ന രീതിയിൽ KFC നടപ്പിലാക്കിയിട്ടുള്ള 79 സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതി, അതിനകത്ത് 850 പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ്. ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങൾ ഇതിലുണ്ട്. സർ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFEയുടെ അംഗീകൃത മൂലധനം 100 കോടിയിൽ നിന്ന് 250 കോടിയായി സർക്കാർ ഉയർത്തി. ഇപ്പോൾ അടച്ചു തീർത്ത മൂലധനം 200 കോടിയായിട്ടുണ്ട്. KSFEയുടെ വിറ്റുവരവ് സർ ഇതിനകം 91,000 കോടിയായിട്ടുണ്ട്. സർ, 2021 മെയ് മുതൽ 3275 പേർക്ക് PSC വഴി നിയമന ഉത്തരവ് നൽകുകയും അതിൽ 2500 പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, 683 ശാഖകളായിട്ട് വിപുലമായി അതിൻ്റെ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ്. സർ, ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക, ഓൺലൈൻ പണാഭരണം പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ഉദ്ദേശ ലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയും കൂട്ടി സാക്ഷരതാ മിഷൻ, കുടുംബശ്രീ മിഷൻ, സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി, UN ക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും. സ്റ്റുഡൻറ്റ് സേവിംഗ് സ്കീം വിപുലീകരിക്കും. സർ, സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ഭാഗ്യക്കുറി തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായിട്ട് കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ്. സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ജീവനക്കാരുടെ പുനർവിന്യാസം നടപ്പിലാക്കുന്നതാണ്. തെറ്റായ എഴുത്ത് ലോട്ടറി, കോട്ടൺ കളി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കും. സർ, ഇൻഷുറൻസ് വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹായത്തോടുകൂടി കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഒരു സമഗ്ര ഇൻഷുറൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം തയ്യാറാക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. സർ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1000 കോടി രൂപ ബജറ്റ് വിഹിതമായി നൽകിയിട്ടുണ്ട്. കൂടാതെ 1307.53 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്ന ചികിത്സാ സഹായമായി 765.65 കോടി രൂപയും പ്രളയ ദുരിതാശ്വാസമായി 876.68 കോടി രൂപയും ഉൾപ്പെടെ ഈ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2238.26 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്.